സോ ഇന്ന് നമ്മൾ എന്താണ് NCERT-യിലെ എക്സസൈസ് 3.2 ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ലെറ്റ് A equals matrix 2 4 3 2, B equals matrix 1 3 minus 2 5, C equals matrix minus 2 5 3 4. Find each of the following. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആദ്യത്തെ എന്താണ്? A പ്ലസ് ബി. എങ്ങനെയാണ് A പ്ലസ് ബി ചെയ്യുന്നത്? അതാത് പ്ലേസിലുള്ള എലമെന്റ്സുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. A പ്ലസ് ബി ഈക്വൽസ് എങ്ങനെ വരും? മെട്രിക്സ് ഏതിൽ നിന്ന് ഏതാണ് കുറയ്ക്കുന്നത്? ഏതിൽ നിന്ന് ഏതാണ് കൂട്ടേണ്ടത്? എയിൽ നിന്ന് ബി ആണ് കൂട്ടേണ്ടത്. സോ 2 പ്ലസ് 1 3. അടുത്ത് 4 പ്ലസ് 3 7. ഇനി അടുത്ത് എന്താണ്? 3 പ്ലസ് മൈനസ് 2 3 മൈനസ് 2 1. 2 പ്ലസ് 5 7. ഓക്കെ, അടുത്തിന് എന്താ ചെയ്യേണ്ടത്? A മൈനസ് ബി. അപ്പൊ നമുക്ക് ഇനി അടുത്ത് A മൈനസ് ബി എന്ന് കണ്ടുപിടിക്കാം. A മൈനസ് ബി ഈക്വൽസ് മെട്രിക്സ് എങ്ങനെ വരും? എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ A പ്ലസ് മൈനസ് ബി ചെയ്യുക. ബിയുടെ നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് എയുമായിട്ട് കൂട്ടുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? എയിൽ നിന്ന് ബിനെ കുറച്ചാലും മതി. അപ്പോ 2 മൈനസ് 1 എന്ത് വരും? 1. ഓക്കെ, കറക്റ്റ് പ്ലേസിൽ ijth പൊസിഷനിലുള്ള ആളുകൾ തമ്മിൽ തന്നെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ 2 മൈനസ് 1 1. 4 മൈനസ് 3 1. 3 മൈനസ് മൈനസ് 2. മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. സോ 3 പ്ലസ് 2 5. 2 മൈനസ് 5 മൈനസ് 3. ഓക്കെ, സോ അപ്പോ A മൈനസ് ബിയും കണ്ടുപിടിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തിന് എന്ത് കണ്ടുപിടിക്കാം? 3A മൈനസ് സി കണ്ടുപിടിക്കാം. അപ്പൊ 3A മൈനസ് സി ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഓപ്ഷൻ, ആദ്യത്തെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തെ എന്താണ്? 3A മൈനസ് സി ആണ്. 3A മൈനസ് സി ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം? 3A അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? 3A കണ്ടുപിടിച്ചിട്ട് 3Aയിൽ നിന്ന് സി സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിച്ച് വേണമെങ്കിലും ചെയ്യാം. 3A എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ എലമെന്റ്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിന്ന് ഡിഫറൻസ് എടുത്താലും മതി. നമുക്ക് ആദ്യം എന്തായാലും 3A കണ്ടുപിടിക്കാം. 3A എന്ത് വരും? 3A ഈക്വൽസ് മെട്രിക്സ് 3 ടൈംസ് A ആണ് അല്ലെ? 3 ടൈംസ് A എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന ആ മെട്രിക്സിലുള്ള ഓരോ എലമെന്റ്സിനെയും ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. സോ 3A ഈക്വൽസ് 3 ടൈംസ് 2 6, 3 ടൈംസ് 4 12, 3 ടൈംസ് 3 9, 3 ടൈംസ് 2 6. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? 3A മൈനസ് സി ആണ് ചെയ്യേണ്ടത്. സോ 3A മൈനസ് സി. 3A മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 3Aയിൽ നിന്ന് സി സബ്ട്രാക്ട് ചെയ്യുക. സോ 6 മൈനസ് മൈനസ് 2 8, 12 മൈനസ് 5 7, 9 മൈനസ് 3 6, 6 മൈനസ് 4 2. ഓക്കെ, കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ എന്താ ചെയ്ത് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തു. അത്ര മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അടുത്ത നമ്മളുടെ സെയിം മെട്രിക്സ് ഒക്കെ സെയിം ആണ്. ഓക്കെ, ഇനി എന്താ നമുക്ക് ഇവിടെ ചെയ്യേണ്ടേ? ഫൈൻഡ് ഈച്ച് ഓഫ് ദ. ഇനി ബാക്കിയുള്ള ഇത് കൂടെ കണ്ടുപിടിക്കാനാണ്. ഏതാണ്? എ ബിയും കണ്ടുപിടിക്കണം, ബി എയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം എ ബി കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? എ ബി. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടൈംസ് ബി ആണ്. സോ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം 2 4 3 2 ടൈംസ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? 1 3 മൈനസ് 2 5. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ പോലെ അതായത് എലമെന്റുകൾ തമ്മിലാണോ ചെയ്യേണ്ടത്? അല്ല, പകരം ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും കൂടെ ചെയ്യുക, ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളവും കൂടെ ചെയ്യുക, രണ്ടാമത്തെ റോയും ആദ്യത്തെ കോളവും കൂടെ ചെയ്യുക, രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് റോസിനെ കോളംസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ijth പൊസിഷനിൽ വരുന്ന ആള് എന്ന് പറയുന്നത് ith റോയും jth കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 1 1 എങ്ങനെ വരും? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എങ്ങനെ വരും? 1 ടൈംസ് 2 4നെ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 മൈനസ് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 ടൈംസ് 2 2. ഓക്കെ, പ്ലസ് എന്ത് വരും? 4 ടൈംസ് മൈനസ് 2 മൈനസ് 8. ഓക്കെ, ഇനി അടുത്ത് എങ്ങനെ വരും? അടുത്ത് രണ്ടാമത്തെ എലമെന്റ് എന്താ? 1 2. സോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എങ്ങനെ വരും? 2 ടൈംസ് 3 6 പ്ലസ്
4 times 5 20. അടുത്ത് 3 times 1 3 plus minus 4. Okay, അടുത്ത 3 times 3 9 plus 2 times 5 10. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ 2 times minus 8 minus 6. 6 times 6 plus 20. 6 plus 20 എന്താണ്? 26. ഓക്കെ, 3 plus minus 4 minus 1. 9 plus 10 19. ഓക്കെ അല്ലേ? അങ്ങനെയാണ് കാര്യത്തിന് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ചാടിക്കയറി ഏത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് പറഞ്ഞാൽ ചാടിക്കയറി അങ്ങ് എഴുതി വെക്കരുത്. ബി എന്നും എ ബിയും സെയിം ആവണമെന്നുണ്ടോ മെട്രിക്സിന്റെ കേസിൽ? ഇല്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എ ബി ഈക്വൽ ടു ബി എ ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ബി എ ചെയ്യുക. ബി എങ്ങനെ ചെയ്യാം? ബി ടൈംസ് എ ആണ്. ഓക്കെ, സോ അടുത്ത ചോദ്യം എന്താണ്? ബി എ ഈക്വൽ ടു ബി. ആദ്യം എന്ത് വരണം? ബി വരണം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 minus 2 5. എ എന്താണ്? 2 4 3 2. 2 4 3 2. Okay, so 1 times 2 2 plus 3 times 3 9. 1 times 4 4. 3 times 2 6. അടുത്ത് minus 2 times 2 minus 4. അടുത്ത് 5 times 3 15. ഇനി അടുത്ത് എന്താണ്? minus 2 times 4 minus 8. 5 times 2 10. ഓക്കെ, നമ്മൾ കറക്റ്റ് ആദ്യത്തെ റോയും ആദ്യത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടി. ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടി. രണ്ടാമത്തെ റോയും ആദ്യത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടി. രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അത് അഡീഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 2 plus 9 11. 4 plus 6 10. minus 4 plus 15 11. minus 8 plus 10 2. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എ ബി എന്ന് പറയുന്നത് -6 26 -1 19. ബി എന്ന് പറയുന്നത് 11 10 11 2. ഓക്കെ, രണ്ടും സെയിം ആണോ? അല്ല, ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. കമ്പ്യൂട്ട് ദ ഫോളോയിങ്. സോ ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഞാൻ ജസ്റ്റ് ഉത്തരമായിട്ട് എഴുതി പോവുകയാണ്. വീണ്ടും എടുത്ത് എഴുതുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എടുത്ത് എഴുതി തന്നെ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ വരും? ആദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ എഴുതുന്നത്. a plus a 2a, b plus b 2b, minus b plus b 0, a plus a 2a. അപ്പൊ ഇതെങ്ങനെ വരും? ഇവിടെ മൈനസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതെങ്ങനെ വരും? ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ, 2 കോമൺ ആയിട്ട് വേണമെങ്കിൽ പുറത്തെടുക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ a b 0 a എന്ന് വരും. ഇങ്ങനെ എഴുതി നിർത്താം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി നിർത്താം. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഇതെങ്ങനെയാ നമുക്കപ്പോൾ ചെയ്തു നോക്കാം. എങ്ങനെ വരും? സോ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഓക്കെ, അതായത് ആൾക്കാർ തമ്മിൽ ആഡ് ചെയ്യുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത് എങ്ങനെ വരും? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2bc. അടുത്ത് എങ്ങനെ വരും? a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac. അടുത്തതോ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെയാണെങ്കിലോ b സ്ക്വയർ പ്ലസ് 2bc പ്ലസ് സി സ്ക്വയർ. ഇവിടെയാണെങ്കിലോ a സ്ക്വയർ മൈനസ് 2ac പ്ലസ് സി സ്ക്വയർ. ഇവിടെയാണെങ്കിലോ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഇത് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഇത് a മൈനസ് സി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. സോ ആ ഒരു എക്സ്പാൻഡഡ് മോഡലാണ് ഇത് കിടക്കുന്നത്. അതിന് നമുക്കപ്പോ ചുരുക്കി എഴുതാം. എങ്ങനെ വരും? അപ്പോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അടുത്ത് ഇവിടെ എങ്ങനെ വരും? ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. ഇവിടെ ആണെങ്കിലോ a മൈനസ് സി ദ ഹോൾ സ്ക്വയർ. ഇവിടെ ആണെങ്കിലോ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത്
ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല, കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഓർഡർ മാറിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അടുത്തതിന്റെ ബാക്കിയാണ്, ബാക്കി അടുത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ അപ്പം എങ്ങനെ വരും? കൂട്ടാനാണ് -1. ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കുക, അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പോസിബിൾ ആകണമെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം. ഓക്കെ, ഇവിടെ 3/3 ആണ്, ഇതും 3/3 ആണ്, ഇത് 2/2 ആണ്, ഇതും 2/2 ആണ്. സോ ഓർഡേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന്റെ ഓർഡേഴ്സ് സെയിം ആണ്, സോ ഇവർ തമ്മിൽ ആഡിഷൻ പോസിബിൾ ആണ്. -1 + 12 11, 4 + 7 11, -6 + 6 0, 8 + 8 16, 5 + 0 5, 16 + 5 21, 2 + 3 5, 8 + 2 10, 5 + 4 9. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം നോക്കിക്കേ, നോക്കാം. സോ cos square plus sin square, cos square plus cos square x plus sin square x, sin square x plus cos square x, sin square x plus cos square x, അടുത്ത sin square x plus cos square x. ഓക്കെ, അഡീഷൻ ആണ്, അപ്പൊ അതായത് കറസ്പോണ്ടിങ് പ്ലേസുകൾ തമ്മിലുള്ളവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അടുത്ത് cos square x plus sin square x. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും എല്ലാം എന്താണ്, sin square x plus cos square x ആണ്. sin square x plus cos square x എന്താണ്, 1 ആണ്. സോ നമുക്കിവിടെ എന്ത് എഴുതാം, ഈ മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 1 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്, ഇതിന്റെ അടുത്തതാണ് കമ്പ്യൂട്ടേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റഡ് പ്രൊഡക്ട്സ്. ഈ തന്നിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. AB - BA ടൈംസ് A - B BA. എങ്ങനെയാണ്? റോ കോളം. ഓക്കെ, അപ്പോ A ടൈംസ് A, B ടൈംസ് B. A ടൈംസ് A എന്താണ്? A² പ്ലസ് ഇതെന്ത് വരും? B². അടുത്തത് A ടൈംസ് -B -AB, B ടൈംസ് A പ്ലസ് AB. ഓക്കെ, കാരണം അകത്തെ നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AB B എന്ന് പറയുന്നതൊക്കെ സെയിം ആണ് കേട്ടോ. പക്ഷെ അതേസമയം മെട്രിക്സ് Aയും മെട്രിക്സ് Bയും കൂടെ എന്താണ്, മൾട്ടിപ്ലിക്കേഷനിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, അടുത്ത് -B ടൈംസ് A -BA, അടുത്ത് A ടൈംസ് B പ്ലസ് AB ഓർ BA. ഓക്കെ, ഞാൻ ഇത് പറ്റി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് ഞാൻ ഒരു രീതിക്ക് എഴുതിയത്. അടുത്ത് -B ടൈംസ് -B, -B² ആണോ? അല്ല, മൈനസും മൈനസും കൂടെ എന്താകും? പോസിറ്റീവ് ആകും. സോ B². A ടൈംസ് A². ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് പറയാം ഇതെന്താണ്, A² പ്ലസ് B². ഇവിടെ എന്താകും? 0 ആകും. ഇതെന്താകും? ഇതും 0 ആകും. ഇതെന്താകും? A² പ്ലസ് B². സോ ഇറ്റ് ഈസ് എ സ്കെയിലാർ മെട്രിക്സ് with the scalar value A² plus B². അതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? A² plus B² കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ 1 0 0 1 എന്ന് പറഞ്ഞു എഴുതാം. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ട് ദ ഇൻഡിക്കേറ്റഡ് പ്രൊഡക്ട്സ്. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? ഈ പ്രൊഡക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? അറിയാന്നുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി എന്തായിരിക്കും ഓർഡർ. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കി എന്തായിരിക്കും ഇതിന്റെ ഓർഡർ. നമുക്കറിയാം ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/1 ആണ് അല്ലേ? ഇതിന്റെ ഓർഡർ എന്താണ്? 3/1 ആണ്. ഇതിന്റെ ഓർഡർ എന്താണ്? 1/3 ആണ്. സോ അതിന്റെ പ്രൊഡക്റ്റിന്റെ ഓർഡർ എന്ത്? പ്രൊഡക്ഷൻ പോസിബിൾ ആണോ? യെസ്, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോസിബിൾ ആണ്. കാരണം എന്താണ്? ആദ്യത്തെ കോളവും രണ്ടാമത്തെ റോയിന്റെ എണ്ണവും സെയിം ആണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? സോ ഇത് സെയിം ആകണം. അത് സെയിം ആണ്, അപ്പൊ പ്രൊഡക്റ്റ് പോസിബിൾ ആണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? പ്രൊഡക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? 3/3 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ റോയിന്റെ എണ്ണവും രണ്ടാമത്തെ കോളത്തിന്റെ എണ്ണവും ആയിരിക്കും. സോ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/3 മെട്രിക്സ് ആയിരിക്കും. ആർക്കൊക്കെ അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്? എല്ലാവർക്കും കിട്ടിയല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം, പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ്? സോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. റോയിൽ ഒരാളേ ഉള്ളൂ, കോളത്തിൽ ഒരാളേ ഉള്ളൂ. സോ അതങ്ങ് മൾട്ടിപ്ലിക്കേഷൻ എഴുതി വെച്ചാൽ മാത്രം മതി. നമുക്ക് അറിയാതെ ഒരു ടെൻഡൻസി വരും,
ഇവിടെ ഒരാൾ, ഇവിടെ കുറേ പേര്. അപ്പോൾ ഇവനെ കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് വെക്കുക എന്നൊക്കെയുള്ള ടെൻഡൻസി വരും. ശ്രദ്ധിക്കുക, ആദ്യത്തെ റോയും ആദ്യത്തെ കോളവുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആദ്യത്തെ റോയിൽ ആകെ ഒരാളാണ്, ആദ്യത്തെ കോളത്തിലാകെ ഒരാളാണ്. സോ അവരെ തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഓരോന്നിലും ഓരോ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി വരത്തുള്ളൂ കേട്ടോ. സോ 1 times 2 2 ആയിരിക്കും ആദ്യത്തെ എലമെന്റ്. അടുത്ത് 1 times 3 3 ആയിരിക്കും അടുത്ത എലമെന്റ്. കാരണം ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളമാണ്. സോ 1/2 1 2 എലമെന്റ് 1 2 ആളായിരിക്കും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്. അടുത്ത് 1 times 4 4. ഇനി അടുത്ത് പെട്ടെന്ന് പറഞ്ഞേ 4 6 8. അടുത്ത് ഇവിടുന്ന് 6 9 12 അല്ലേ? കിട്ടിയ ആൻസർ എന്താണ്? 3/3 ആയിരുന്നു. അതേസമയത്ത് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇവിടെ A ടൈംസ് B ആയിട്ടാണ് ഇത് കിടക്കുന്നത്. തിരിച്ച് B ടൈംസ് A ആയിട്ട് ഇതിന് ടൈംസ് ഇതായിട്ട് മൾട്ടിപ്ലിക്കേഷൻ വന്നെങ്കിൽ എന്താകുമായിരുന്നു ഓർഡർ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഓർഡർ 1/1 ആകുമായിരുന്നു. ഓക്കെ, അതെങ്ങനെ വന്നു എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. സോ ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഇവിടെ പ്രൊഡക്ഷൻ പോസിബിൾ ആണോ? പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇവിടെ ആകെ 2 കോളം, ഇവിടെ 3 കോളം കിടക്കുന്നു. ഇതൊക്കെ എങ്ങനെ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക അല്ലേ? പ്രൊഡക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലേ? പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കും. പ്രൊഡക്ഷൻ എന്താണ് നമ്മൾ നോക്കേണ്ടത്? പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? ആദ്യത്തെ കോളവും രണ്ടാമത്തെ റോയിന്റെ എണ്ണവും സെയിം ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഓർഡർ എത്രയാണ്? ഇത് 2/2 ആണ്. ഇതിന്റെ ഓർഡർ 2/3 ആണ്. സോ സെയിം ആണ് അല്ലേ? കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. എങ്ങനെയായിരിക്കും വരുന്നത്? സോ 1 times 2 1 times 1 1 minus 2 times 2 minus 4. അടുത്ത് 1 times 1 1 times 2 2 minus 2 times 3 minus 6. 1 times 3 3 minus 2 times 1 minus 2. അടുത്തത് 2 times 1 2 3 times 2 6 2 times 2 4 3 times 3 9 2 times 3 6 3 times 1 3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്ന? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കേ. 1 minus 4 minus 3 2 minus 6 minus 4 3 minus 2 1 2 plus 6 8 4 plus 9 13 6 plus 3 9. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് എടുക്കാം. ഇതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഇവിടെ എന്താണ് ഓർഡർ? എന്താണ്? 3/3 ആണ്. ഇവിടെ ഓർഡർ 3/3 ആണ്. സോ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോസിബിൾ ആണ്. ഫൈനൽ ഓർഡർ എത്ര വരും? 3/3 തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എങ്ങനെ വരും? 2 times 1 2 3 times 0 0 4 times 3 12. 0 വരുന്ന ഞാൻ എഴുതുന്നില്ല തൽക്കാലം. ഓക്കെ, 3 times 0 0 ആണ്. അതിന് എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. 4 times 3 12. ഓക്കെ, അടുത്ത് 2 times -3 -6 3 times 2 6 4 times 0 0. അടുത്ത് 2 times 5 10 3 times 4 12 4 times 5 20. ഓക്കെ, ഇവിടെ എന്ത് വരും? 3 times 1 3 4 times 0 0 5 times 3 15. അടുത്ത് 3 times -3 എത്ര വരും? 3 times -3 -9 4 times 2 8. ഓക്കെ, 5 times 0 0. അടുത്ത് 3 times 5 15 16 5 times 5 25. ഇവിടെ എന്ത് വരും? 4 times 1 4 5 times 0 0 6 times 3 18 4 times 3 -12 4 times -3 ആണ് -12 5 times 2 10 6 times 0 0 4 times 5 20 5 times 4 20 6 times 5 30. ഓക്കെ, നമുക്ക് ഉത്തരമായിട്ട് എങ്ങനെ വരും? 2 plus 12 14 minus 6 plus 6 0
30, 42, 18, minus 1, 30, 40, 56. Okay, 56 അല്ലേ? 30, 55, 56. Yes. അടുത്ത് 22 minus 2 എത്ര വരും? 40, 70. ഓക്കെ അല്ലേ? എന്നാ അടുത്ത ചോദ്യം, അടുത്ത പ്രൊഡക്റ്റ്. ഇവിടെ നമുക്ക് ഓർഡർ എത്രയായിരിക്കും വരുന്ന? പ്രൊഡക്റ്റിന്റെ ഓർഡർ ഇവിടെ നോക്കിക്കേ. ഇത് 3/2 ആണ്, ഇത് 2/3 ആണ്. സോ പ്രൊഡക്റ്റ് എത്രയായിരിക്കും? പ്രൊഡക്റ്റ് പോസിബിൾ ആണോ? 2, 2 സെയിം. ഓക്കെ, പോസിബിൾ ആണ്. ഓർഡർ എത്രയായിരിക്കും വരുന്ന? 3/3 ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ വരും? 2 times 1 2, 1 times minus 1 minus 1, 2 times 0 0, 1 times 2 2, 2 times 1 2, 1 times 1 1, 3 times 1 3, 2 times minus 1 minus 2, 3 times 0 0, 2 times 2 4, 3 times 1 3, 2 times 1 2. Okay, minus 1 times 1 minus 1, 1 times minus 1 minus 1, minus 1 times 0 0, 1 times 2 2, minus 1 times 1 minus 1, 1 times 1 1. Okay, അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എത്രയായിരിക്കും വരുന്നത് നോക്കിക്കേ. 2 minus 1 1, 2 3, 2 minus 1 3 minus 1 1, 4 5, minus 2 2 0. ഓക്കെ, സോ ഈസി ആയിട്ട് നമുക്ക് ഇത് കിട്ടിയില്ലേ? നമുക്ക് അടുത്തതിലോട്ട് എങ്ങനെ വരും? സോ ഇത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ്. സോ ഇവിടെ എന്താണ്? 2/3 ആണ്, ഇത് 3/2 ആണ്. സോ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓർഡർ എത്രയായിരിക്കും വരുന്ന? 2/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും വരുന്ന? 3 times 2 6, minus 1 times 1 minus 1, 3 times 3 9, 3 times minus 3 minus 9, minus 1 times 0 0, 3 times 1 3. അടുത്ത് minus 1 times 2 minus 2, 0 times 1 0, 2 times 3 6, minus 1 times minus 3 3, 0, 2 times 1 2. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും വരുന്ന? 1 6 minus 1 5 plus 4 9 14, minus 9 minus 6. Okay, minus 2 plus 6 4, 3 plus 2 5. ഓക്കെ, അങ്ങനെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് ചോദ്യം? A equals matrix 1 2 minus 3 5 0 2 1 minus 1 1. B equals matrix 3 minus 1 2 4 2 5 2 0 3. And C equals matrix 4 1 2 0 3 2 1 minus 2 3. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ? ആദ്യം A പ്ലസ് ബിയും B മൈനസ് സിയും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാനാണ്? A പ്ലസ് ബി മൈനസ് സിയും A പ്ലസ് ബി മൈനസ് സിയും സെയിം ആണെന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അതായത് നമ്മളുടെ അഡീഷന്റെ കേസിലുള്ള അസോസിയേറ്റീവിലോ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ഏതൊക്കെ കണ്ടുപിടിക്കാം? A പ്ലസ് ബിയും B മൈനസ് സിയും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. A പ്ലസ് ബി. A പ്ലസ് ബി എന്തായിരിക്കും വരുന്നത്? ഒന്ന് എഴുതി നോക്കിക്കേ. എയും ബിയും തമ്മിൽ കൂട്ടുക. അപ്പൊ 3/3 ആണ് കേട്ടോ. അപ്പൊ ഇത്തിരി കൂടെ വലുത് വരണം. ഓക്കെ, സോ 1 plus 3 4, 2 minus 1 minus 1, sorry 1, minus 3 plus 2 minus 1, 5 plus 4 9, 0 plus 2 2, 2 plus 5 7, 1 plus 2 3, minus 1 plus 0 minus 1, 1 plus 3 4. ഓക്കെ, ഇനി അടുത്തിരി എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി മൈനസ് സിയും കണ്ടുപിടിക്കണം. ഓക്കെ, ബി മൈനസ് സി കണ്ടുപിടിക്കുക. ബി മൈനസ് സി എങ്ങനെ വരും? ഓക്കെ, ബി മൈനസ് സി. സോ 3 minus 4 minus 1. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യണം. -1 -1 -2, 2 minus 2 0,
4 minus 0, 4. 2 minus 3. 2 minus 3 3 ഇരിക്കും -1. 5 minus 2, 3. 2 minus 1. 2 minus 1 എത്ര ഇരിക്കും 1. 0 minus -2 എത്ര വരും +2. 3 minus 3 എന്തായിരിക്കും 0. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞേ a plus b minus c യും a plus b minus c യും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അങ്ങനെ ഇരിക്കാം. ഇനി നമുക്ക് എന്താ പറയണ്ടേ a plus b minus c, a plus b minus c. ഓക്കെ, a plus b minus c എന്ന് ചെയ്തു നോക്കാം. അതൊരു 3/3 മാട്രിക്സ് ആയിരിക്കും. സോ b minus c ഏതാണ് നമ്മളിവിടെ താഴെ കണ്ടുപിടിച്ച് വെച്ചതാണ് b minus c എന്ന് പറയുന്നത്. സോ a plus b minus c എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ a plus b minus c എങ്ങനെ ചെയ്യാം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. a ഇതാണ്, b minus c ഇതാണ്. സോ 1 plus -1, 1 plus -1 എന്തായിരിക്കും 0. 2 plus -2, 0. -3 a plus l, yes. -3 plus 0, -3. അടുത്ത് 5 plus 4 എത്ര വരും 9. ഓക്കെ ആണല്ലോ, യെസ്. 0 plus -1, -1. 2 plus 3 എത്ര വരും 5. 1 plus 1, 2 ആയിരിക്കും. -1 plus 2, 1 ആയിരിക്കും. 1 plus 0, 0. അപ്പൊ ഇതാണ് എന്ത് a plus b minus c എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അടുത്തിനി എന്താ ചെയ്യണ്ടേ a plus b minus c ചെയ്യുക. ഓക്കെ, സോ എന്താ ചെയ്യണ്ടേ a plus b minus c ചെയ്യുക. അപ്പൊ അതെങ്ങനെ ചെയ്യാം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. a plus b നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, മൈനസ് c ചെയ്യുക. ഓക്കെ, സോ 4 minus 4 എന്ത് വരും 0. അടുത്ത് 1 minus 1, 0. -1 -2, -3. 9 minus 0, 9. 2 minus 3, -1. 7 minus 2, 5. 3 minus 1, 2. Sorry, 3 minus 1, 2. അടുത്ത് -1 -2 എത്ര വരും മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ -1 plus 2 എന്താകും 1. 4 minus 3 എന്താകും 1. ഓക്കെ, 4 minus 3 എന്താണ് 1 ആണ് വരുന്നത്. സോ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ഇവിടെ മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. നമുക്കപ്പോൾ നോക്കാം b minus c ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, b minus c അതവിടെ 0 ആണ് വരുന്നത്. a plus b minus c 1 plus 0 അത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. 1 plus 0 എത്രയാണ് 1 ആണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നോക്കുക. a plus b minus c a plus b minus c കൂടെ നോക്കുക. രണ്ടും സെയിം അല്ലേ? എല്ലാ പൊസിഷനിലും കറക്റ്റ് എലമെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? From 1 and 2 we can say a plus b minus c equals a plus b minus c എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഇവിടെ നമുക്ക് എന്ത് പറയാം? From 1 and 2, from 1 and 2 a plus b minus c, a plus b minus c equals a plus b minus c. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇവിടെ നിന്ന് ഈ ആദ്യത്തേതെന്നും രണ്ടാമത്തേതെന്നും പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, a തന്നിട്ടുണ്ട്, b തന്നിട്ടുണ്ട്. എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറ്റുള്ളേ? 3a minus 5b ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? 3a കണ്ടുപിടിക്കാം, 5b കണ്ടുപിടിക്കാം. ഓക്കെ, സോ 3 എന്തായിരിക്കും? എല്ലാ എലമെന്റ്സിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് എളുപ്പമാണ് അല്ലേ? കാരണം എന്താണ്, ബൈ 3 ആണ് കിടക്കുന്നത്. എല്ലാ ബൈ 3 ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ വരും? 2/3 into 3 2 ആയിരിക്കും. 1 into 3 3. 5/3 ആകുമ്പോൾ 5 ആയിരിക്കും. 1/3 1 ആയിരിക്കും. 2 4 7 6 2. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് 6 വന്നത്? 2 ആയിരുന്നു. അത് 2/3 അല്ല കേട്ടോ. അപ്പോൾ ബൈ 3 ഇല്ലാത്തടത്തൊക്കെ മര്യാദയ്ക്ക് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യുക. അടുത്ത്
ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ 5A. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 5A കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ -5A അല്ല 5B കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ -5B കണ്ടുപിടിക്കുക. ഓക്കെ, ഡയറക്റ്റ് -5B ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് 5B കണ്ടുപിടിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ആദ്യം 5B എന്ന് കണ്ടുപിടിക്കാം. 5B ഈക്വൽ ടു എങ്ങനെ വരും? 2 3 5 1 2 4 7 6 2. ഓക്കെ, ഇനി എന്ത് ചെയ്യണേ? 3A മൈനസ് 5B ചെയ്യുക. അപ്പൊ ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സോ 3A മൈനസ് 5B ഈക്വൽസ് എന്തായിരിക്കും വരുന്നത് നോക്കിക്കേ. 2 മൈനസ് 2 0, 3 മൈനസ് 3 0, 5 മൈനസ് 5 0, 1 മൈനസ് 1 0, 2 മൈനസ് 2 0, 4 മൈനസ് 4 0, 7 മൈനസ് 7 0, 6 മൈനസ് 6 0, 2 മൈനസ് 2 0. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയേ? ഈക്വൽ ടു വേണമെങ്കിൽ നിങ്ങൾക്ക് 0 എന്ന് പറഞ്ഞ് എഴുതാം. 0 മെട്രിക്സ് ആണ്. ഓക്കെ.